അത്യുന്നതനായ ദൈവത്തിന്റെ നാമം മഹത്വപ്പെടട്ടെ. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുവാൻ താല്പര്യപ്പെടുന്ന വിഷയം 666 അഥവാ 666 എന്ന നമ്പറിനെ കുറിച്ചാണ്. ഇവയെക്കുറിച്ച് വളരെ വ്യത്യസ്തമായ ചിന്തകൾ ക്രൈസ്തവരുടെയിലല്ല അല്ലാതെയും നിലവിലുണ്ട്. അംഗീകാര യോഗ്യമായ വിഷയങ്ങളുണ്ട്, ഒട്ടും അംഗീകരിക്കുവാൻ ഒക്കാത്ത നിലയിലുള്ള പഠിപ്പിക്കലുമുണ്ട്. 666 അഥവാ 666 ഈ നമ്പർ നിങ്ങൾ കാണുകയാണ്. അത് ബൈബിളുമായിട്ടുള്ള ബന്ധം എന്താണെന്നുള്ളത് നമ്മൾ ബൈബിളിൽ കൂടെ വായിച്ച് നമ്മൾ ചിന്തിക്കും. ഇവിടെ ഒരു മറ്റൊരു വിധത്തിൽ ഇന്ന് നിലവിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു നമ്പറാണ്. നമ്പർ ഓഫ് ദി ബീസ്റ്റ് എന്ന് ഒരു മൃഗത്തിന് നമ്പറായിട്ട് ബൈബിൾ പറയുന്ന പോലെ തന്നെ പൊതുലോകം അംഗീകരിച്ച് പരസ്യപ്പെടുന്ന ഒരു നമ്പർ കൂടെയാണത്. ആ 666 എന്ന നമ്പറിനുള്ള ബന്ധത്തിൽ ഒരു ബാർകോഡുണ്ട്. ബാർകോഡ് എന്ന് പറഞ്ഞാൽ ഒന്നല്ല, അനേക വിധത്തിലുള്ള യൂണിവേഴ്സൽ ബാർകോഡ് ഉണ്ട്. നമുക്ക് അവയെക്കുറിച്ച് അല്പമായ കാര്യങ്ങൾ ചിന്തിക്കാം. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 15 മുതൽ 18 വരെയുള്ള വാക്യങ്ങളാണ് ഈ വിഷയങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അന്ത്യകാല ഭരണാധികാരിയെ കുറിച്ച് ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് വിശുദ്ധ തിരുവെഴുത്തുകൾ പ്രവചനപരമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം ദൈവം നൽകിയ സത്യവേദ പുസ്തകം എന്ന വിശുദ്ധ ഗ്രന്ഥത്തിലെ അഥവാ ബൈബിളിലെ പഠിപ്പിക്കലുകളാണ് നിങ്ങളുടെ മുമ്പിൽ പറയുവാനായി ഉദ്ദേശിക്കുന്നത്. ഇത് ഒരു മനുഷ്യന്റെ സംഖ്യ എത്ര, അത് 666 എന്ന് തന്നെ ബൈബിളിൽ പ്രസ്താവിക്കുന്നു. ആ വാക്യം പിന്നത്തേതിൽ വായിക്കുന്നതായിരിക്കും. 6 മനുഷ്യന്റെ പൂർണ്ണസംഖ്യ. 6 എന്ന സംഖ്യയിൽ നിന്നാണ് 666 എന്ന അപൂർണ സംഖ്യ ഉണ്ടാകുന്നത്. ഈ സംഖ്യ അദൃശ്യ ദൂതന്മാരുടെ സംഖ്യയായിട്ട് ഒരു കൂട്ടം ആളുകൾ വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരുണ്ട്. ഇലുമിനാറ്റി സംഘത്തിന്റെ നമ്പറാണ് 666 എന്ന് പൊതുവിൽ ഇന്ന് അംഗീകരിച്ച് പഠിപ്പിക്കുന്നുണ്ട്. ലോകത്തിലെ പ്രഭുക്കന്മാർ അഥവാ ധനാഢ്യന്മാർ അവർ ഈ നമ്പർ സ്വീകരിക്കുകയും അത് അനുഗ്രഹത്തിന്റെ നമ്പരായി അവർ അംഗീകരിക്കുകയും ചെയ്യുന്നു. മുമ്പ് ഭരിച്ചിരുന്ന പോപ്പിന്റെ നമ്പർ 666 ആണെന്നും ഇപ്പോൾ നിലവിലുള്ള പോപ്പിന്റെ നമ്പർ 666 ആണെന്നും ഒരു പഠിപ്പിക്കൽ നിലവിൽ ഉണ്ട്. റോമൻ ചക്രവർത്തിയായിരുന്ന നീറോ കൈസറുടെ നമ്പർ 666 ആണെന്നും ഡൊമിഷ്യൻ സീസറിന്റെ നമ്പർ 666 ആണെന്നും പൊതുവിൽ അംഗീകരിച്ചിരിക്കുന്ന ഒരു കാര്യവുമാണ്. എന്നാൽ ഈ 666 ഒരു സാധാരണ നമ്പറാണ്, ഭയാനകരമായ നമ്പറാണ്. ഇതൊരു ക്രൂവൽ നമ്പറാണ്, ഇത് മനുഷ്യനെ തകർക്കുന്ന നമ്പറാണ്. ഇങ്ങനെയുള്ള ഒരു ഭീതിയുടെ നടുവിലാണ് ഇന്ന് ക്രൈസ്തവ ജനം ആയിരിക്കുന്നത്. 666 എന്നത് ചെകുത്താന്റെ നമ്പർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് വിശുദ്ധ ബൈബിൾ എന്ത് പറയുന്നുവോ അതാണ് ഇപ്പോൾ നോക്കേണ്ടത്. ദുഷ്ടന്മാരായിരുന്ന നീറോ ചക്രവർത്തി 30-ാമത്തെ വയസ്സിൽ ആത്മഹത്യ ചെയ്ത ഒരു ചക്രവർത്തിയായിട്ടാണ്. ആ ചക്രവർത്തിയുടെ പേര് പറയുന്നതിന് പകരം 666 അഥവാ 666 എന്നുള്ള നമ്പർ പറഞ്ഞു പോകുന്നിരുന്നു. 33-ാമത്തെ വയസ്സിൽ മരിച്ച അലക്സാണ്ടർ ദ ഗ്രേറ്റും ഹിറ്റ്ലർ എന്നിവരുടെ നമ്പരും 666 എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇതൊരു ക്രൂരതയുടെ നമ്പറാണെന്ന് പറയുമ്പോൾ ഇലുമിനാറ്റി സംഘത്തിൽ നിന്നും ഒരു നേതാവ്, ഒരു രാഷ്ട്രീയ നേതാവ് ഈ ഭാവികാല നാളുകൾ, ഈ സമീപ നാളുകൾ ഒരു ഭരണാധികാരിയായി വരുമെന്നും 7 വർഷത്തെ ഉടമ്പടിയോടുകൂടെ തന്റെ ഭരണസാരഥ്യം ഏറ്റെടുത്തുകൊണ്ട് ലോകൈക രാഷ്ട്രീയ നേതാവായി ചക്രവർത്തിയായി ഭരിക്കുമെന്നും ഒരു കൂട്ടർ വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്.
അതേപോലെ ഈ ലോകത്തിലെ പ്രോസ്പെരിറ്റിക്കാർ അവരുടെ നമ്പറായി 666 അവർ പറയുന്നുണ്ട്. അത് ലക്ഷറി നമ്പറായിട്ടാണ്. 666 എന്ന നമ്പർ സ്വീകരിച്ച ഈ ധനാഠ്യന്മാർക്ക് പ്രോസ്പെരിറ്റി നമ്പർ ആയതുകൊണ്ട് 666 വലിയ പ്രാധാന്യമുള്ളതായി ലോക ജനങ്ങൾ അത് അംഗീകരിച്ച് ഉപയോഗിക്കുന്നു. 1973 യൂണിവേഴ്സൽ പ്രൊഡക്റ്റ് കാർഡ് കണ്ടുപിടിച്ചു. USA നോർത്ത് കരോളിലെ ശാസ്ത്രജ്ഞൻ ജോർജ് വെൽവറും നോർമൽ ജോസഫും ചേർന്ന് ബാർകോഡ് കണ്ടുപിടിക്കുകയായിരുന്നു. ഇവിടെ നീറോ ചക്രവർത്തിയുടെ നമ്പർ 666 ആണെന്നുള്ള ഒരു പ്രിന്റ് ഒരു ഗ്രന്ഥത്തിൽ നിന്ന് എടുത്തതാണത്. നീറോ ചക്രവർത്തിയുടെ മുഖം ഉൾപ്പെട്ട അഥവാ തല അന്നത്തെ നാണയങ്ങൾ കറൻസി എന്ന ഈ നാണയത്തിൽ അന്ന് പതിപ്പിച്ചിരുന്നു. അതിന് വ്യക്തമായ ഒരു കാഴ്ച കാണുവാൻ കഴിയും. 1973 യൂണിവേഴ്സൽ പ്രൊഡക്റ്റ് കാർഡ് കണ്ടുപിടിക്കുകയും ആ കാലഘട്ടത്തിൽ തന്നെ കറുപ്പും വെളുപ്പും, അതായത് വൈറ്റ് ആൻഡ് ബ്ലാക്ക് ചേർന്നാൽ നീളമുള്ള ചില ലൈനുകൾ തയ്യാറാക്കിയിട്ട് അതിൽ പല നമ്പറുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതാണ് ആദ്യ കാലങ്ങളിൽ ഇറങ്ങിയ ബാർകോഡ്. ഈ ബാർകോഡിന്റെ ആദ്യവും മധ്യവും അവസാനവും 3 മാറുകൾ നമ്പറില്ലാതെ തൂങ്ങി നിൽക്കുന്നത് കാണാം. ഇത് ഇൻവിസിബിൾ നമ്പറായ 666 ആണെന്നും 666 എന്ന നമ്പർ ഉൾപ്പെടുത്തിയ ബാർകോഡാണ് ഈ ബാർകോഡാണെന്നും കരുതി പോരുന്നു. അതാണ് ശരിയെന്ന് പഠിപ്പിച്ചു പോരുന്നു. അത് പിന്നത്തേതിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ടായി. ഇതാ ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം. ആ ബാർകോഡിന്റെ ആദ്യവും മധ്യവും അവസാനമായി 3 മാറുകൾ തൂങ്ങി നിൽക്കുന്നത് കാണാം. അതിൽ നമ്പറില്ല. അത് 666 ആണെന്ന് വിശ്വാസയോഗ്യമായി പഠിപ്പിച്ചു പോരുന്നു. ഇതിനകത്ത് 13 ഡിജിറ്റൽ നമ്പറുകളാണ് ബാറുകളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അത് ആ പറഞ്ഞത് തന്നെയാണ് ഇവിടെ മറ്റൊരു ബാർകോഡിൽ നിങ്ങൾ കാണുവാൻ കഴിയുന്നത്. ഇതിന്ന് ആർക്കും മനസ്സിലാക്കുവാൻ പ്രയാസമുള്ള കാര്യമല്ല. ഏത് പ്രൊഡക്റ്റ് സാധനങ്ങൾ നമ്മൾ വാങ്ങിയാലും, ചെറുതും വലുതും, വില കൂടിയതോ വില കുറഞ്ഞതുമായി ഏത് സാധനങ്ങൾ വാങ്ങിയാലും, എത്ര വലിയ സാധനങ്ങൾ മേടിയാലും അതിൽ ഇങ്ങനെയുള്ള ബാർകോഡുകൾ ഉണ്ട്. ഒന്നല്ല, രണ്ടല്ല, ചിലപ്പോൾ പല ടൈപ്പ് ബാർകോഡുകൾ അതിനകത്ത് കാണുവാൻ കഴിയും. ഇവിടെ നോക്കൂ, അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു ബാർകോഡാണ്. ഇതിൽ 13 അല്ല 20ഓ 40ഓ നമ്പറുകൾ ഉൾപ്പെട്ടതായ ബാർകോഡുകൾ ഇതിനകത്തുണ്ട്. അതാണ് ഈ കാണുന്നത്. ഇങ്ങനെ കുറച്ച് നമ്പറുകൾ കാണിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നതായ മൊബൈൽ അല്ല ഏത് സാധനത്തിന്റെയും പിന്നിൽ മറഞ്ഞിരിക്കുന്ന ഒരു നമ്പർ 666 ആണ്. മൊബൈലിന്റെ കവർ മാറ്റി ബാറ്ററിയും ഊരി മാറ്റിയാൽ അതിനകത്ത് വ്യത്യസ്തങ്ങളായ അനേക ബാർകോഡുകൾ കാണും. QR കോഡുകൾ അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊന്നാണ്. ഇവിടെ നോക്കൂ, അതിന്റെ ഉൽപ്പന്നം, നിർമ്മാതാക്കൾ, വില, ക്വാളിറ്റി, ക്വാണ്ടിറ്റി തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയതായ നമ്പറാണ് ഈ കാണുന്നത്. ഇതൊരു ബാർകോഡാണ്. ഇതിൽ നിന്നും വ്യത്യസ്തമായ പല ബാർകോഡുകൾ കൂടെ നമുക്ക് കാണുവാൻ കഴിയും. ഇന്നത്തെ സാധനങ്ങൾ പലതിലും ബാർകോഡുകൾ ഉള്ളപ്പോൾ തന്നെ ചിലപ്പോൾ ഇങ്ങനെ സിലിണ്ടർ ടൈപ്പ് വ്യത്യസ്തമായ ബാർകോഡുകളുണ്ട്. അതിലും ആദ്യവും മധ്യവും അവസാനവും നമ്പറില്ലാത്ത 3 രേഖകൾ കാണുവാൻ കഴിയും. മറ്റൊന്ന് ഇതാ നോക്കൂ, കറുപ്പും വെളുപ്പും കലർന്ന നമ്പറുകൾ മാത്രമല്ലാതെ യെല്ലോ, ഓറഞ്ച്, റെഡ്, പിങ്ക്, ബ്ലൂ, വയലറ്റ് ഈ കളറുകളിൽ കൂടെയുള്ള ബാർകോഡ് ലൈനുകൾ ഇന്നുണ്ട്. അത് മനസ്സിലാക്കുവാൻ വേണ്ടി പറയുന്നു. ഇതും ബാർകോഡ് എന്നല്ല, ഇതിന് മറ്റൊരു പേരാണ് പറയുന്നത്. QR കോഡുമല്ല, വിവിധ വർണ്ണങ്ങളാലുള്ളതായ മുദ്രയാണ്. ഇതും നിലവിലുണ്ട്. റൗണ്ടിൽ പല ഡോട്ടുകളിലും ലൈനിലും കൂടെ ബാർകോഡുകൾ വെളിപ്പെടുത്തുന്നതായ പ്രത്യേക മുദ്രകളുണ്ട്. ഇത് ഞാൻ പറയുന്നതിന്റെ സാരം, ബൈബിളിൽ ചില വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ നോക്കൂ, ഇത് QR കോഡാണോ ബാർകോഡാണോ നമുക്ക് വ്യക്തമായി അത് പറയുവാൻ അറിയില്ല. പക്ഷേ ഓരോ വർണ്ണങ്ങൾക്കും, ഓരോ കോളങ്ങൾക്കും, ഓരോ ഡോട്ടുകൾക്കും പ്രത്യേക നമ്പറുണ്ട്. ഇത് ഒരു സാധനം പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ അതിന്റെ എല്ലാ വിവരണങ്ങളും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
എന്നാൽ അത് സ്കാനറിൽ കൂടെ മാത്രമേ അത് വായിക്കാൻ കഴിയുള്ളൂ. ഇത് QR കോഡ് ആണെന്നുള്ളത് ഇന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒന്നാണ്. അതേപോലെ ഇത് മറ്റൊരു മുദ്രയാണ്, അല്ലെങ്കിൽ QR കോഡിന്റെ വേറൊരു രീതിയാണ്. ഇതും അതുപോലെ തന്നെയാണ്. ഇങ്ങനെ ഇതെന്ന് പറയുമ്പോൾ വളരെ സങ്കീർണമായ വിഷയങ്ങളെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കോഡാണ്. മുദ്രയെന്നും പറയാം. GPay എന്ന് പറയുകയും പൈസ കൈകാര്യം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരു മുദ്രയാണ് ഈ കാണുന്നത്. അതേപോലെ നോക്കൂ, ഇനി ആ ബാർകോഡ് മുദ്രകൾ വായിക്കുവാൻ വേണ്ടിയുള്ള സ്കാനറുകളാണ്, ലേസർ മെഷീൻ. അതാണ് ഈ കാണുന്നത്. ബാർകോഡുകൾ മുമ്പിൽ ഏത് സാധനത്തിന്റെ ആയ ലേബൽ അത് റീഡ് ചെയ്ത് വായിക്കുവാൻ വേണ്ടിയുള്ള പ്രത്യേക സ്കാനറുകളുണ്ട്. അത് ഉപയോഗിച്ച് വായിച്ച് എല്ലാം മനസ്സിലാക്കുവാൻ കഴിയുള്ളൂ. ഇത് ബാർകോഡ് സ്റ്റിക്കർ പ്രിന്റ് ചെയ്യാൻ വേണ്ടി ഉള്ള മെഷീനാണ്. ഇതും അതുപോലെ തന്നെയാണ്. അത് കഴിയുമ്പോൾ മറ്റൊരു കാര്യമുണ്ട്. ഈ ബാർകോഡുകളോ QR കോഡുകളോ മുദ്രകളോ അല്ലാതെ തന്നെ മൈക്രോ ചിപ്പ്, നാനോ ചിപ്പ് എന്ന് പറയുന്ന ഒരു സംവിധാനം ഇപ്പോൾ ഇറങ്ങുന്നുണ്ട്. ഇത് 2 വിരലുകളുടെ ഇടയിൽ ഞെക്കി പിടിച്ചാൽ വളരെ ചെറുതായ ഒരു നെൽമണിയോളം മാത്രം, അല്ലെങ്കിൽ ഒരു ജീരകത്തിന്റെയൊക്കെ മാത്രം വലിപ്പമുള്ള ചിപ്പുകളാണ്. ഇത് ശരീരത്തിന്റെ ഭാഗങ്ങളിൽ അത് ഇൻജെക്ട് ചെയ്ത് അത് ഉപയോഗിച്ച് വരുന്നുണ്ട്. ഇതാ മറ്റൊരു നെൽമണിയോളം വലിപ്പമുള്ള ഒരു മൈക്രോ ചിപ്പ് ഒരു വ്യക്തിയുടെ കയ്യിൽ പിടിച്ചിരിക്കുന്നതാണ്. ഇത് മനുഷ്യന്റെ വലം കൈമേലോ നെറ്റിമേലോ പിടിപ്പിക്കും. ഇതാ ഒരു വിരലിന്റെ തുമ്പൽ, വിരൽ നല്ല വലിപ്പത്തിലാണ് കാണുന്നത്. ചെറിയൊരു മറ്റൊരു ചിപ്പ് ഇരിപ്പുണ്ട്. ഇത് ശരീരത്തിൽ പിടിപ്പിച്ചാൽ അറിയത്തില്ല, അതിന് സ്പർശിച്ചാലും അറിയില്ല, അത്രത്തോളം ചെറുതാണ്. ഇനി ബൈബിളിലെ ചില വാക്യങ്ങൾ വായിച്ച് കേൾപ്പിക്കുവാനായി ആഗ്രഹിക്കുന്നു. ഇപ്പോൾ നിലവിലുള്ള ലോകരാജ്യങ്ങൾ എല്ലാം തന്നെ, ബിസിനസ് മേഖലകളിൽ എല്ലാവരും തന്നെ ഉപയോഗിക്കുന്ന ഒരു നമ്പറാണ് 666 എന്നും അതിന് ബാർകോഡും അതിന്റെ മുദ്രകളെ കുറിച്ചും QR കോഡുകളെ കുറിച്ചുമാണ് നമ്മൾ ഇപ്പോൾ കാണുകയും മനസ്സിലാക്കുകയും ചെയ്തത്. 666 എന്ന നമ്പറിനെ കുറിച്ചാണല്ലോ നമ്മൾ ചിന്തിച്ചു പോരുന്നത്. ജനറൽ ആയിട്ടുള്ള ചില കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ വേണ്ടി ഇപ്പോൾ പറഞ്ഞു. ഇനി വിശുദ്ധ ബൈബിളിലെ തിരുവെഴുത്തുകൾ എന്തു പറയുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. ഇത് കൃപായുഗമാണ്. ഈ കൃപായുഗം എത്രയും വേഗം അവസാനിക്കും. കർത്തൃക്കാഹളം ധ്വനിക്കും. ക്രിസ്തുവിൽ മരിച്ചവർ ദൈവദൂത തുല്യരായി ഉയർത്തെഴുന്നേൽക്കും. ജീവനോടെ ശേഷിക്കുന്നവർ രൂപാന്തരപ്പെട്ട് കൂട്ടരും ഒരുമിച്ച് കർത്താവിനോടൊപ്പം സ്വർഗത്തിലേക്ക് പോവുക. അതിനുശേഷം ഈ ഭൂമിയിൽ ഒരു പുതിയ ഭരണാധികാരിയെ തിരഞ്ഞെടുക്കപ്പെടും. ഒരു രാഷ്ട്രീയ നേതാവിനെ തിരഞ്ഞെടുക്കപ്പെടും. ആ രാഷ്ട്രീയ നേതാവ് ആകർഷക ജ്ഞാനപുരുഷനും ബുദ്ധിവൈഭവമുള്ള ഒരു വ്യക്തിയായിരിക്കും. അദ്ദേഹം ഭരണത്തിൽ കയറുമ്പോൾ 7 വർഷത്തെ ഉടമ്പടിയോടുകൂടെയാണ് ഭരണം ഏറ്റെടുക്കുന്നത്. ആ സമയം സൗമ്യതയുടെയും സമാധാനത്തിന്റെയും നിലയിലായിരിക്കും ഭരണം ആരംഭിക്കുന്നതെങ്കിലും കുറച്ച് കഴിയുമ്പോൾ അതിന്റെ ഭാവവും രീതിക്കുമെല്ലാം മാറ്റം വരും. യുദ്ധം, ക്ഷാമം, പകർച്ചവ്യാധികൾ, അണുവായുധങ്ങൾ പ്രയോഗിക്കപ്പെടുന്നത്, അങ്ങനെ ഭൂമി തന്നെ ഒരു ശവപ്പുറമ്പായി തീരുന്ന ഒരു കാലഘട്ടമായിരിക്കും ആ കാലഘട്ടം. അന്ന് ഭരണകർത്താവായി ലോകരാജ്യങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുന്ന ആ വ്യക്തി ഐക്യമത്യപ്പെട്ട് എല്ലാവരും അംഗീകരിക്കത്തക്കവണ്ണം, എല്ലാവർക്കും വിശ്വാസയോഗ്യം എന്ന നിലയിൽ ഭരണകർത്താവായിരിക്കുമ്പോൾ താൻ പറയുന്ന കാര്യങ്ങൾ അതന്ന് നടപ്പിലാക്കുകയും ചെയ്യും. അദ്ദേഹത്തിന്റെ പേര് അന്ന് മാത്രമേ മനസ്സിലാക്കുവാൻ കഴിയുള്ളൂ. ആ ഭരണാധിപന്റെ പേര് ഒരു മൃഗം എന്ന പേരിലാണ് പിന്നെ അറിയപ്പെടുന്നത്. തിരഞ്ഞെടുക്കപ്പെടുന്ന നാളുകളിൽ ശക്തനായ ഒരു നേതാവായിരിക്കും. ഇന്ന് ആർക്കും ആ പേര് പറയുവാൻ കഴിയുകയില്ല. ഒരുപക്ഷെ നല്ല ആരോഗ്യ ദൃഢഗാത്രനായ ബുദ്ധിവൈഭവമുള്ള നല്ലൊരു യുവാവായി 30-33 വയസ്സൊക്കെ കാണും എന്ന് വിശ്വസിക്കുമ്പോഴുള്ള ഒരു നേതാവായിരിക്കും. ദൈവസഭയുടെ ഉൽപ്രാപണം കഴിയുമ്പോൾ ലോകാരംഭം മുതൽ ഇതുവരെയും സംഭവിച്ചിട്ടില്ലാത്തതും ഇനി മേലാൽ സംഭവിക്കാത്തതുമായ വലിയ ഘട്ടം എന്ന് പറയുന്ന ഒരു ഘട്ടകാലം ആരംഭിക്കും. ആ ഘട്ടകാലത്തിൽ
സകല മനുഷ്യനും ജീവിച്ചിരിക്കുന്നവർ വലങ്കൈമേലോ നെറ്റിമേലോ തൻ്റെ പേരോ പേരിന്റെ സംഖ്യയോ ആയ 666 സ്വീകരിക്കേണ്ടി വരും. ഇന്ന് പൊതുവിൽ ID കാർഡായിട്ട് നമ്മൾ ഉപയോഗിച്ചു വരുന്ന ആധാർ കാർഡ് പോലെ അല്ലെങ്കിൽ മറ്റു പല ID കാർഡുകൾ പോലെ കയ്യിൽ കൊണ്ടു നടക്കുന്നതായ ആ സംവിധാനങ്ങൾ, കാർഡ് ഐറ്റങ്ങൾ പിന്നത്തേതിൽ ശരീരത്തിൽ ഇൻജെക്ട് ചെയ്ത് കയറ്റുന്ന മൈക്രോ ചിപ്പും നാനോ ചിപ്പും എന്നുള്ള നിലയിലുള്ള ചെറിയ ചെറിയ ചിപ്പുകളായിരിക്കും. അതിൽ ഡേറ്റ് ഓഫ് ബർത്ത് മുതൽ ജീവിച്ച ആ കാലം വരെയുമുള്ള എല്ലാ ഡീറ്റെയിൽസും ഉൾപ്പെട്ട ഡേറ്റകൾ അതിനകത്തുണ്ടായിരിക്കും. അങ്ങനെയുള്ള ഒരു നമ്പർ സ്വീകരിച്ചാൽ എങ്ങനെയെങ്കിലും ജീവിക്കാമല്ലോ എന്ന് ചിന്തിക്കും. പക്ഷെ ബൈബിൾ പറയുന്ന കാര്യം ഇവിടെ വായിക്കുന്നു. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ, മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കേണ്ടതിനും മൃഗത്തിന്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരെ ഒക്കെയും കൊല്ലിക്കേണ്ടതിനും മൃഗത്തിന്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുപ്പാൻ അതിന് ബലം ലഭിച്ചു. ഇവിടെ മൃഗം 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 എന്ന് പറയുന്നത് ആരെക്കുറിച്ചാണെന്ന് മനസ്സിലാക്കുക. അന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു രാഷ്ട്രീയ നേതാവ് മനുഷ്യത്വരഹിതമായ ഒരു മൃഗമായി മരിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരും. ആ മൃഗത്തെ, അതിന്റെ ഭീകരതയെ കാണിക്കുന്ന ഒരു ചെറിയൊരു ചിത്രമാണ് ഈ കാണുന്നത്. ഇന്ന് റോബോട്ട് അല്ലെങ്കിൽ സംസാരിക്കുന്ന പ്രതിമകളുണ്ട്. സംസാരിക്കുന്ന പ്രതിമകൾ എന്ന് പറയുമ്പോൾ കളിപ്പാട്ടങ്ങളും വലിയ വലിയ ഉപകരണങ്ങൾ, ചലിക്കുന്ന ഉപകരണങ്ങൾ, റോബോട്ട്സ് പോലുള്ളതായ വിഗ്രഹങ്ങൾ, ഇതൊക്കെ ഇന്ന് സംസാരിക്കുന്നതാണ്. എന്നാൽ അല്പം കൂടെ കഴിയുമ്പോൾ സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടും താമ്രം കൊണ്ടും മരം കൊണ്ടും കല്ലുകൊണ്ടും പ്ലാസ്റ്റിക് കൊണ്ടും ഒക്കെ നിർമ്മിക്കുന്ന ഒരു വിഗ്രഹമുണ്ടായിരിക്കും. അത് അന്ന് ഭരിക്കുന്ന ആന്റി ക്രൈസ്റ്റിന്റെ അഥവാ എതിർക്രിസ്തുവിന്റെ വിഗ്രഹമായിരിക്കും. ലോകത്തിൽ വിഗ്രഹങ്ങൾ അനവധിയുണ്ട്. ദേവി ദേവന്മാരെന്ന് സങ്കല്പിച്ച് പ്രതിഷ്ഠിച്ച് വണങ്ങുന്ന വിഗ്രഹങ്ങൾ ധാരാളമുണ്ട്. അതൊന്നുമല്ല ഈ പറയുന്നത്. ലോകൈക നേതാവായ ആന്റി ക്രൈസ്റ്റിനെ ദൈവവും കർത്താവുമായി എല്ലാവരും, അന്ന് ജീവിച്ചിരിക്കുന്നവർ എല്ലാവരും അംഗീകരിക്കണം. അവന്റെ പേര് സ്വീകരിക്കണം. പേരിന്റെ സംഖ്യയായ 666 എന്ന സംഖ്യ സ്വീകരിക്കണം. അതുമല്ലെങ്കിൽ പേരിന്റെ മുദ്ര സ്വീകരിക്കണം. അത് വലങ്കൈമേലോ നെറ്റിമേലോ സ്വീകരിക്കണം എന്ന് ഇവിടെ ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. അത് മാത്രമല്ല, അന്നത്തെ പട്ടണങ്ങളിലും ബിസിനസ് കേന്ദ്രങ്ങളിലും വീടുകളിലും പ്രവേശന കവാടത്തിൽ തന്നെ ഒരു ദൈവമായി ആന്റിക്രൈസ്റ്റിന്റെ എതിർക്രിസ്തുവിന്റെ വിഗ്രഹം വെച്ച് വണങ്ങണം. അത് ചിപ്പ് സംവിധാനത്തോടു കൂടിയ റോബോട്ട് ടൈപ്പുള്ളതായ ഒരു വിഗ്രഹം കൂടെ ആണെന്ന് ഇന്നത്തെ കാലത്ത് വിശ്വസിക്കാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ അത് സംസാരിക്കുന്ന വിഗ്രഹമായിരിക്കും. അതാണ് ബൈബിൾ പറയുന്നത്. മൃഗത്തിന് പ്രതിമയ്ക്ക് സംസാരിക്കുവാനുള്ളതായ ശേഷിയുണ്ടായിരിക്കും. 16-ാം വാക്യത്തിൽ വായിക്കുന്നു, ചെറിയവരും വലിയവരും സമ്പന്നന്മാരും ദരിദ്രന്മാരും സ്വതന്ത്രന്മാരും ദാസന്മാരുമായ എല്ലാവർക്കും വലങ്കൈമേലോ നെറ്റിമേലോ മുദ്ര കിട്ടുമാറും മൃഗത്തിന്റെ പേരോ പേരിന്റെ സംഖ്യയോ ആയ മുദ്രയുള്ളവനല്ലാതെ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുവാൻ വകയാതെയും ആക്കുന്നു. ഇവിടെ പറയുന്ന ഈ മുദ്രകൾ അന്ന് ജീവിച്ചിരിക്കുന്ന സകല മനുഷ്യനും നിർബന്ധമായി പ്രാപിക്കുവാനുള്ളതാണെന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അടുത്തതായി വായിക്കുന്ന 18-ാം വാക്യം, വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിന് 18-ാം വാക്യം. ഇവിടെ ജ്ഞാനം കൊണ്ട് ആവശ്യം, ബുദ്ധിയുള്ളവൻ മൃഗത്തിന്റെ സംഖ്യ ഗണിക്കട്ടെ, അത് ഒരു മനുഷ്യന്റെ സംഖ്യ എത്രേ, അതിന്റെ സംഖ്യ 666. ഇതുവരെയും നമ്മൾ പാർക്കുന്ന ഈ ഭൂരാജ്യങ്ങളിൽ, നാടുകളിൽ, ഗ്രാമങ്ങളിൽ, പട്ടണങ്ങളിലുള്ളവർക്ക് ഈ നമ്പർ ഒരു ഭയാനകരമായ നമ്പർ അല്ല. കാരണം ഇത് എല്ലായിടത്തും ഉപയോഗിക്കപ്പെടുന്ന ഒരു നമ്പറാണ്.
എന്നാൽ അന്ത്യകാലഘട്ടത്തിൽ ഈ നമ്പർ ഉള്ള അഥവാ ഹീബ്രു ഭാഷയിൽ ഒരു ന്യൂമറിക്കൽ നമ്പറുണ്ട്. ആ നമ്പർ അനുസരിച്ച് ഹീബ്രു ഭാഷയുടെ 6ാമത്തെ അക്ഷരം എന്ന് പറയുന്നത് വൗ ആണ്. അത് എഴുതുമ്പോൾ 7 പോലെ ഇരിക്കും. വൗ 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 666 എന്നാണ്. അതിന് ചിലർ അറബില പറഞ്ഞു പോകുന്നു 66 അല്ല 777 777 ശരിയെന്ന് പറയുന്ന ചിലരുണ്ട്. 777 അല്ല, ആ 7 എന്ന് തോന്നിക്കുന്ന ആ സംഖ്യ എബ്രായ ഭാഷയുടെ വൗ എന്ന അക്ഷരമാണ്. അതിന് 666 എന്നാണ് അർത്ഥം. 13-ാം അധ്യായത്തിന് 18-ാം വാക്യത്തിൽ അതിന്റെ സംഖ്യ, മൃഗത്തിന്റെ സംഖ്യ, മൃഗമായി ഭരിക്കുന്ന ആ ഭരണാധിപന്റെ സംഖ്യ 666 ആയിരിക്കും. അതെല്ലാം ഇപ്പോൾ നിലവിലുണ്ട്. നമ്മൾ ഏത് തൊട്ടാലും ഈ 666 എന്ന നമ്പറുമായി ബന്ധപ്പെട്ട പല മുദ്രകൾ, ബാർകോഡുകൾ ഇന്ന് ആഗോള വ്യാപകമായി അത് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. ഇനി ദൈവസഭ അല്ലെങ്കിൽ എക്ലീഷ്യ എന്ന കർത്താവിന്റെ മണവാട്ടിയെ ഭൂമിയിൽ എടുത്തുകൊള്ളപ്പെട്ട് കഴിഞ്ഞാൽ അങ്ങനത്തെ വിശുദ്ധന്മാർ ആരും ഭൂമിയിൽ ഉണ്ടായിരിക്കുകയില്ല. ഭൂമിയുടെ ഉപ്പും ലോകത്തിന്റെ വെളിച്ചവുമായി കർത്താവ് പ്രഖ്യാപിച്ചിരിക്കുന്ന തന്റെ വിശുദ്ധന്മാർ ഭൂമിയിൽ നിന്നും മാറ്റപ്പെട്ടു കഴിഞ്ഞാൽ, ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടുകൾ പോലെ ഇന്നായിരിക്കുന്ന കുഞ്ഞാടുകൾ മാറ്റപ്പെട്ടു കഴിഞ്ഞാൽ, ചെന്നായ്ക്കളുടെ സ്വഭാവം വെളിപ്പെടുത്തുന്ന ഒരു കാലഘട്ടം കൂടെ ആയിരിക്കും. അന്ന് കൈവിടപ്പെട്ടു പോയ വിശ്വാസത്തിൽ നിൽക്കുന്നവർ തന്നെ പിന്മാറ്റത്തിൽ കൈവിടപ്പെട്ടു പോയാൽ അവരും ലോകത്തിലെ സകല മനുഷ്യരും ഈ നമ്പർ സ്വീകരിക്കുമ്പോൾ നമ്പർ സ്വീകരിച്ച് എങ്ങനെയെങ്കിലും ജീവിക്കാം. എന്തായാലും കൈവിടപ്പെട്ടു പോയി, നമ്പർ സ്വീകരിക്കാം. അത് വലം കൈമേലോ നെറ്റിമേലോ അന്ന് നിർബന്ധമായി അടിച്ചേൽപ്പിക്കപ്പെടുന്ന നമ്പരായിരിക്കും. സ്വീകരിച്ച് ബിസിനസ് നടത്തുകയോ യാത്ര ചെയ്യുകയോ ഒക്കെ ചെയ്യാമല്ലോ എന്ന് ചിന്തിക്കും. അങ്ങനെയല്ല. അങ്ങനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ബൈബിൾ പറയുന്നു, അടുത്ത 14-ാം അധ്യായം 14-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, മൃഗത്തെയും അതിന്റെ പ്രതിമയെയും നമസ്കരിച്ച് നെറ്റിയിലോ കൈമേലോ മുദ്ര ഏൽക്കുന്നവൻ ദൈവകോപത്തിന്റെ പാത്രത്തിൽ കലർപ്പില്ലാതെ പകർന്നിരിക്കുന്ന ദൈവക്രോധ മദ്യം കുടിക്കേണ്ടി വരും. കാര്യത്തിന് ഗൗരവം മനസ്സിലായോ? മൃഗത്തെയും അന്നത്തെ ഭരണാധികാരിയെ, അതിന്റെ പ്രതിമയെയും ഭരണാധികാരിയുടെ പ്രതിമയെയും നമസ്കരിക്കുന്ന നിർബന്ധമുണ്ടാകും. അവന്റെ നമ്പർ നെറ്റിമേലോ വലങ്കൈമേലോ സ്വീകരിക്കേണ്ടി വരും. അവിടെ ആവർത്തിക്കപ്പെടുന്നു, അവർ ദൈവകോപത്തിന്റെ പാത്രത്തിൽ കലർപ്പില്ലാതെ പകർന്നിരിക്കുന്ന ദൈവക്രോധ മദ്യം കുടിക്കേണ്ടി വരും. 14-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം, മൃഗത്തെയും അതിന്റെ പ്രതിമയെയും നമസ്കരിക്കുന്നവർക്കും ആവർത്തിക്കപ്പെടുന്ന ആ ഗൗരവം മനസ്സിലാക്കുക. അതിന്റെ പേരിന് മുദ്ര ഏൽക്കുന്ന ഏവനും രാവും പകലും ഒരു സ്വസ്ഥതയും ഉണ്ടാകുകയില്ല. അതിന്റെ കാര്യം കൂടെ അടുത്തതായി പറയുവാൻ താല്പര്യപ്പെടുന്നു. അത് വാക്കുകൾ ചുരുക്കുവാൻ വേണ്ടി ഒരു വാക്യം കൂടെ ഞാൻ വായിച്ചിട്ട് പറയാം. വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ ദൈവക്രോധകലശം ഭൂമിയിൽ മാനവരാശിയുടെ മേൽ ശിക്ഷാവിധിയായി നടപ്പിലാക്കുന്നു. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നു, അപ്പോൾ മൃഗത്തിന്റെ മുദ്രയുള്ളവരും അതിന്റെ പ്രതിമയെ നമസ്കരിക്കുന്നവരുമായ മനുഷ്യർക്ക് വല്ലാത്ത ദുർവർണ്ണമുണ്ടായി. അതായത് ഈ വരുന്ന ആളുകളിൽ ഈ വിധത്തിലുള്ള ഒരു നേതാവിന് നമ്പരായി പേരും നമ്പരും ഉൾപ്പെടുത്തിയ ഒരു മുദ്രയായി ചിപ്പായി സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ ചിപ്പിൽ കടുകിനേക്കാളും ചെറിയ ഒരു ലിഥിയം ബാറ്ററി ഉണ്ടായിരിക്കും. ആ ബാറ്ററി നമ്മുടെ ശരീരത്തിന്റെ ഊഷ്മാവിൽ വർക്ക് ചെയ്യുന്നതാണ്. ശരീരത്തിന്റെ ഊഷ്മാവിൽ വർക്ക് ചെയ്യുകയും ഉയരെ സ്പേസിൽ നിലനിർത്തിയിരിക്കുന്ന സാറ്റലൈറ്റുമായി ബന്ധത്തിൽ ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ശരീരത്തെ ടെമ്പറേച്ചർ മാറി, ശരീരത്തെ ടെമ്പറേച്ചർ കൂടിയാൽ, കാലാവസ്ഥയ്ക്ക് വ്യതിയാനം വന്നാൽ, സൂര്യതാപം വർദ്ധിച്ചാൽ, ഭയങ്കരമായ അത്യുഷ്ണം ഉണ്ടായിട്ട് ശരീരത്തിൽ സോറിയാസിസ് പോലുള്ള ത്വക്ക് രോഗങ്ങളോടൊപ്പം വല്ലാത്ത പരുക്കൾ ഉണ്ടാകും,
വല്ലാത്ത വ്രണങ്ങൾ ഉണ്ടാകും, ശരീരത്തിൽ പൊട്ടി നാറുന്ന അവസ്ഥയിലുള്ള ദുർവ്രണങ്ങൾ ഉണ്ടാകുമെന്ന് ബൈബിൾ പറയുന്നു. അതാണ് ഈ നമ്പർ ആ കാലഘട്ടത്തിൽ സ്വീകരിക്കുന്നവന് അനുഭവിക്കേണ്ടി വരുന്നതായ പ്രശ്നം. ബാക്കി ഒന്നുകൂടെ വായിക്കുന്നു. അപ്പോൾ മൃഗത്തിന്റെ മുദ്രയുള്ളവരും, മൃഗമെന്ന് പറയുന്നത് ആന്റിക്രൈസ്റ്റിനെയാണ്, എതിർ ക്രിസ്തുവിനെയാണ്, അല്ലെങ്കിൽ അന്തിക്രിസ്തു എന്ന് പറഞ്ഞ് പഠിച്ചു പോകുന്ന ആ പദം ഇവിടെ ഉപയോഗിക്കുക. അന്തിക്രിസ്തു അല്ലെങ്കിൽ ആന്റിക്രൈസ്റ്റ്, എതിർ ക്രിസ്തു. ആ എതിർ ക്രിസ്തു ആകുന്ന മൃഗത്തിന്റെ മുദ്രയുള്ളവരും അതിന്റെ പ്രതിമയെ നമസ്കരിക്കുന്നവരുമായ മനുഷ്യർക്ക് വല്ലാത്ത ദുർവ്രണമുണ്ടായി. വ്യാഖ്യാനിക്കുന്നതിന് പ്രയാസമാണ്. ദുർവ്രണം, ശരീരം മുഴുവനും അങ്ങനെ ആയിത്തീരുന്ന അവസ്ഥ. ശരീരം പല നിലയിൽ ആ ചൂടിന്റെയും ശരീരത്തിൽ ആ ചിപ്പും സാറ്റലൈറ്റും വഴി ഉള്ള സംവിധാനത്തിലുണ്ടാകുന്ന റേഡിയേഷൻ നിമിത്തവും അത്യുഷ്ണം ഉണ്ടായിട്ട് ദുർവ്രണങ്ങൾ ഉണ്ടാകും. ശരീരം മുഴുവനും വല്ലാത്ത അവസ്ഥയിൽ, ജീവിക്കാൻ ഒട്ടും ആഗ്രഹിക്കാത്ത അവസ്ഥയിൽ എത്തിച്ചേരുന്നായ ഒരു കാലഘട്ടം വരാൻ പോകുന്നു. അതുകൊണ്ട് ഈ സുപ്രസാദ കാലഘട്ടത്തിൽ, ഈ കൃപായുഗത്തിൽ ദൈവമായ കർത്താവ് അവയെ തടുത്തു നിർത്തുന്നു എന്ന് ചിന്തിക്കാം. ഇത് കൃപായുഗമാണ്. വീണ്ടും ഞാൻ ഈ പറഞ്ഞ കാര്യത്തെ തെളിയിക്കുന്നത് 16-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം. സൂര്യൻ അതികഠിനമായ ചൂടോടുകൂടെ അൾട്രാവയലറ്റ് രശ്മികൾ പുറപ്പെടുവിക്കുന്നു. 9-ാം വാക്യം, മനുഷ്യർ അത്യുഷ്ണത്താൽ വെന്തുപോയി. അത്യുഷ്ണത്താൽ മനുഷ്യൻ വെന്തുപോവുകയും ദൈവത്തെ ദുഷിക്കുകയും ചെയ്യുന്നതായിട്ട് അതേ വാക്യത്തിൽ വായിക്കുന്നു. ദൈവത്തിന് മഹത്വം കൊടുക്കുകയോ മാനസാന്തരപ്പെടുകയോ ചെയ്യുന്നില്ല. അവർ മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് മരണം കാണാതെ തന്നെ അത്യുഷ്ണവും ശരീരത്തിൽ വല്ലാത്ത വ്രണവും ഉണ്ടാക്കിയിട്ട് അവർ നിലവിളിക്കുന്ന അവസ്ഥയിലേക്ക് കടന്നു വരും. ഇതാ അങ്ങനെയുള്ള സാഹചര്യം ശരീരത്തിൽ ഉണ്ടാകും എന്നുള്ളതിന്റെ ചില ചിത്രങ്ങളുടെ കാഴ്ചയാണ് ഈ കാണുന്നത്. വീണ്ടും അതിന്റെ 11-ാം വാക്യം വായിക്കുന്നു. അവർ കഷ്ടനിമിത്തം, അന്ന് ജീവിക്കുന്ന മനുഷ്യർ കഷ്ടനിമിത്തം നാവ് കടിച്ചും കൊണ്ട് കഷ്ടങ്ങളും വ്രണങ്ങളും ഹേതുവാൽ സ്വർഗത്തിലെ ദൈവത്തെ ദുഷിച്ചതല്ലാതെ തങ്ങളുടെ പ്രവൃത്തികളെ വിട്ട് മാനസാന്തരപ്പെട്ടില്ല. മാനസാന്തരപ്പെടാത്ത വ്യക്തികളുടെ മേൽ ആ മഹാപീഡന കാലഘട്ടത്തിൽ മനുഷ്യ ശരീരത്തിൽ ഉണ്ടാകുന്ന ഏറ്റവും പ്രയാസമേറിയ, വേദനയേറിയ അവസ്ഥയാണ് ഈ കാണുന്നത്. ശരീരത്തിലെ ഭാഗങ്ങൾ എല്ലാം കഷ്ടം അനുഭവിക്കുന്ന, വ്രണമുണ്ടാകുന്ന, പൊട്ടിയൊഴുകുന്ന അവസ്ഥയാണ് ഈ കാണുന്നത്. ഇതാ നോക്കൂ, ശരീരത്തിൽ ഒരു ഭാഗത്തിന് പോലും സ്വസ്ഥത കൊടുക്കാതെ വല്ലാതെ വേദനിപ്പിക്കുന്ന പരിക്കളായി, വ്രണങ്ങളായി ശരീര ഷേപ്പ് വരെ മാറുന്നതായ അവസ്ഥയിലേക്ക് കടന്നു വരും. മഹാപീഡനം തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ അവസാന നാളുകളിലേക്ക് അടുത്ത് വരുമ്പോൾ 666 എന്ന നമ്പരോ അന്നത്തെ ഭരണാധിപനായിരിക്കുന്ന എതിർക്രിസ്തുവിന്റെ പേരോ അല്ലെങ്കിൽ ഒരു മുദ്രയോ ഏതെങ്കിലും ഒന്ന് സ്വീകരിക്കുമെന്നാണ് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്വീകരിച്ചു കഴിഞ്ഞാൽ ഓരോ ദിവസങ്ങളും മാസങ്ങളും വർഷവും കഴിയുമ്പോൾ ശരീരത്തിൽ വരുന്ന മാറ്റം എങ്ങനെയായിരിക്കുമെന്നതിനെ കുറിച്ച് ബൈബിൾ പറയുന്നു. വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായം 11-ാമത്തെ വാക്യം ഞാനിവിടെ വായിക്കുന്നു. അന്ന് ജീവിച്ചിരിക്കുന്ന മനുഷ്യൻ ഈ ചിപ്പ് സംവിധാനം സ്വീകരിച്ചവർ, അവർ കഷ്ടത നിമിത്തം നാവ് കടിച്ചും കൊണ്ട് കഷ്ടങ്ങളും വ്രണങ്ങളും ഹേതുവാൽ സ്വർഗത്തിലെ ദൈവത്തെ ദുഷിച്ചു. അവരാരും മാനസാന്തരപ്പെട്ടതുമില്ല. മാനസാന്തരമില്ലാത്ത ഒരു മൃഗീയ ഭരണത്തിന് കീഴിൽ, ഭയങ്കരമായ യുദ്ധത്തിന്റെ കീഴിൽ, ലോകം മുഴുവൻ യുദ്ധവും ക്ഷാമവും പകർച്ചവ്യാധികളും കൊണ്ട് നിറയപ്പെട്ട അവസ്ഥയിൽ മനുഷ്യൻ ശരീരം വ്രണം കൊണ്ട് വാവിട്ട് നിലവിളിക്കുകയും നാവ് കടിച്ചു പിടിച്ച് നിലവിളിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് വരുമെന്ന് ബൈബിൾ പറയുന്നു. അതാണ് ആ ഭരണാധിപന്റെ കാലഘട്ടത്തിൽ സ്വീകരിക്കുന്ന ആ മുദ്രയുടെ ഫലമായി ഉണ്ടാകുന്ന അവസ്ഥ. അവയെക്കുറിച്ചാണ് ഇടയ്ക്ക് ആദ്യം വായിച്ചു. ഇങ്ങനെ മുദ്ര ഏൽക്കുന്ന ഏവനും
ഏത് സമയത്തും ഒരു സ്വസ്ഥതയും ഉണ്ടാകുകയില്ല എന്ന് അവിടെ വായിച്ചു. 666 എന്ന നമ്പറിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു പോർന്നപ്പോൾ ബൈബിളിൽ ആവർത്തിച്ച് പല അധ്യായങ്ങൾ കൂടെ പറഞ്ഞ വാക്യങ്ങളും നമ്മളോട് വായിച്ചു. അതിന്റെ തിക്തഫലമെന്ന് പറയുന്നത് ഒരു ദിവസം പോലും മനുഷ്യൻ ഇവിടെ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ശരീരത്തിലുണ്ടാകുന്ന വ്രണങ്ങൾ, ശരീരത്തിലെ വിവിധങ്ങളായിട്ടുള്ള വ്യാധികൾ, ഭയങ്കരമായ അസ്വസ്ഥതകൾ, സമാധാനത്തോട് ജീവിക്കുവാൻ കഴിയാത്ത അവസ്ഥ, ശുദ്ധവായുവില്ലാത്ത ഒരു കാലഘട്ടം, ശുദ്ധമായ ഭക്ഷണം കിട്ടാത്ത ഒരു കാലഘട്ടം. ഈ സാഹചര്യത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ 666 എന്ന നമ്പർ അവരെ അങ്ങനെ ആക്കി തീർക്കുകയാണ് ചെയ്യുന്നത്. അവിടെ പറയുന്നു, ധനവാനും ദരിദ്രനും, ഇതിനിടയിൽ പെട്ട എല്ലാവരുടെ ഗ്രൂപ്പുകളുടെ പേര് വരെയും പറഞ്ഞിട്ടുണ്ട്. അവർക്ക് ആർക്കും രാവും പകലും ഒരു സ്വസ്ഥതയും ഇല്ലാത്ത 7 വർഷമായിരിക്കും. 7 വർഷത്തെ മരണാനന്തരം അവർ പോകുന്നതോ നിത്യമായ നരകത്തിലുമായിരിക്കും. അങ്ങനെ സംഭവിക്കാതിരിക്കുവാൻ ഈ സുപ്രസാദ കാലഘട്ടം കർത്താവായ യേശുവിൽ വിശ്വസിച്ച് കർത്താവായ യേശുവിനോടൊപ്പം നിത്യതയിൽ എന്നേക്കും വാഴുവാൻ, നിത്യതയിൽ എന്നേക്കും നമ്മുടെ ആത്മീയ ജൈത്രയാത്ര തുടരുവാൻ, സ്വർഗീയ ദൂതന്മാരെ പോലെ അവിടെ സ്വർഗീയ രാജകുമാരന്മാരായി തുടരുവാൻ ദൈവം നമ്മെ ഉന്നതമായ വിളിയാൽ വിളിച്ച് വേർതിരിച്ചു. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നത് മൂലം ഈ സ്വർഗത്തിന്റെ സകല മഹത്വവും എന്തൊക്കെ പറഞ്ഞിരിക്കുന്നു അതെല്ലാം നമ്മൾ പ്രാപിക്കും. അത് പ്രാപിക്കത്തക്കവണ്ണം ഓടുവാൻ ദൈവം സഹായിക്കുമാറാകട്ടെ. ഈ വരുവാനുള്ള അനർത്ഥങ്ങളിൽ നിന്നും ദൈവം നമ്മെ വിടുവിക്കട്ടെ. ദൈവം എല്ലാവരെയും കാത്തു പരിപാലിക്കട്ടെ. നമുക്ക് അതിനു വേണ്ടി ദൈവത്തിൽ ഒരുങ്ങാം. ആമേൻ.